ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഗോവിന്ദൻ ഗീതുവിനോട് ബെഡ്ഷീറ്റ് വിരിക്കുന്നതിനെ പറ്റിയൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇരിക്കുക. ഗോവിന്ദൻ്റെ ബെഡ്ഷീറ്റ് വിരി കണ്ട് ഗീതു അത് മാറ്റി വിരിക്കാൻ തുടങ്ങുമ്പോഴേക്കും ഗോവിന്ദൻ ഗീതുവിനെ കളിയാക്കി തുടങ്ങി. അപ്പോൾ ഗീതുവിന് ദേഷ്യം വന്നു. ഈ സമയം ഗോവിന്ദനാണെന്നുണ്ടെങ്കിൽ അച്ഛൻ മരിച്ചതിന് ശേഷം ബെഡ് പോയിട്ട് ഒരു പോലും ഇല്ലാത്ത സമയം എനിക്ക് ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഗീതുവിൻ്റെ മുന്നിൽ നിന്നിങ്ങനെ സംസാരിക്കുമ്പം എൻ്റെ പൊന്ന് കണ്ണേട്ടാ, ഇനി എന്നോട് പഴങ്കഥ വിളമ്പല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഗീതു ഇങ്ങനെ പറയാം. എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ അതും ഇതൊക്കെ പറഞ്ഞ് പിന്നെ ഗീതു ആണെങ്കിൽ പിന്നെ ഞാനത് വിരിച്ചോളാമെന്ന് പറഞ്ഞ് വിരിക്കുന്നു. അങ്ങനെ ഗീതു വിരിച്ചുകൊണ്ടിരിക്കുമ്പം അതെ വന്ന് എന്നെ സഹായിക്കുക, നമുക്ക് രണ്ടു പേർക്കും കൂടെ ചേർന്ന് ഇത് വിരിക്കാം, ഈ പണിയും പഠിച്ചിരിക്കണമല്ലോ എന്നൊക്കെ പറഞ്ഞ് ഗോവിന്ദനെയും കൂടെ വിളിക്കുവാണ്. അങ്ങനെ ഓക്കെ എന്ന് പറഞ്ഞ് ഗോവിന്ദനും ഒരു മടിയില്ലാതെ കൂടുക കേട്ടോ. അപ്പം ഇങ്ങനെയല്ല, അങ്ങനെയാ, ഇങ്ങോട്ട് വെക്കുക, അത് വെക്കുക, ഇത് വെക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഗോവിന്ദനെ ബെഡ് വിരിക്കാൻ പഠിപ്പിക്കുകയാണ് നമ്മുടെ ഗീതു. അങ്ങനെ രണ്ടുപേരും കൂടെ ചേർന്ന് നല്ല ഭംഗിയായി ബെഡ് വിരിച്ചു, ഇതെല്ലാം സെറ്റാക്കി. അങ്ങനെ ബെഡൊക്കെ വിരിച്ച് രണ്ടുപേരും സമാധാനമായിട്ട് കിടന്ന് അങ്ങനെ ഉറങ്ങുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ കാഞ്ചന രാത്രി ഇരുന്ന് പ്രേതപ്പടം കാണുക. അങ്ങനെ കണ്ട് കാഞ്ചനയ്ക്ക് ഭയങ്കര പേടിയാവുന്നുണ്ട്. ഈശ്വരാ, അത്ഭുത ശക്തികൾ പെണ്ണുങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. ദേ ഇവിടെ എങ്ങാനും ഉള്ളത് നിങ്ങൾക്ക് അത്ഭുത ശക്തി വല്ലതും കിടച്ചാ ഈശ്വരാ, എനിക്കിതുപോലെ അത്ഭുതശക്തി വല്ലതും കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള എല്ലാത്തിനും അടിച്ച് പുറത്താക്കായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കാഞ്ചന ഇരുന്നിങ്ങനെ സ്വപ്നം കാണുക. എന്നിട്ട് പ്രേതപ്പടം ഇരുന്നിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ. അതെല്ലാം കുറച്ച് കഴിഞ്ഞ് രാത്രിയായി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ധ്യാനാണെങ്കിൽ രഞ്ജുവിനെ കാണാൻ വീട്ടിലേക്ക് വരുന്നു. ഈ സമയത്ത് കാഞ്ചനയാണെങ്കിൽ അവിടെ നിന്ന് പ്രേതപ്പടം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. രഞ്ജു നല്ല ഉറക്കമാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ധ്യാൻ വീടിനകത്ത് കയറി നമ്മുടെ രഞ്ജുവിൻ്റെ നമ്പറിലേക്ക് വിളിച്ചു. രഞ്ജു കോൾ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ രഞ്ജു ഞെട്ടി കേട്ടോ. അപ്പോൾ രഞ്ജു ഒട്ടും പ്രതീക്ഷിച്ചില്ല ധ്യാൻ വീട്ടിലേക്ക് വരുമെന്ന്. അയ്യോ ഞാൻ വരില്ല, നീ വേഗം തിരിച്ചു പോ എന്നും പറഞ്ഞ് ധ്യാനെ പറഞ്ഞു വിടാൻ നോക്കുമ്പോൾ എനിക്ക് നിന്നെ കാണാതെ ബാംഗ്ലൂർക്ക് പോകാൻ പറ്റില്ല, നീ ഇറങ്ങി വാ രഞ്ജു എന്ന് പറഞ്ഞു. അയ്യോ ഞാനെങ്ങനെ വരാനാ, നീ ഒന്ന് പോ പ്ലീസ്, കുഴപ്പമുണ്ടാക്കാതെ പോ എന്ന് രഞ്ജു പറയുമ്പം പ്ലീസ് ഒന്ന് വരാൻ പറഞ്ഞു ധ്യാനം. ഇവിടെ ഗോവിന്ദേട്ടനും അതുപോലെ ഗീതുവിനും മാത്രമേ നിന്നെ അറിയുള്ളൂ, ബാക്കി ആരെങ്കിലും കണ്ടാലേ കള്ളനാണെന്ന് കരുതി കൈകാര്യം ചെയ്യും. അപ്പം സ്നേഹത്തിൻ്റെ മുന്നിൽ വേറെ ഒരു പ്രതിബന്ധവും ഇല്ല, നീ ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ ഞാൻ നിൻ്റെ റൂമിലേക്ക് വരുമെന്ന് പറഞ്ഞുകൊണ്ട് ധ്യാൻ ഇങ്ങനെ പറയാം. അപ്പോഴത്തേക്ക് രഞ്ജുവിനാകെ ടെൻഷനായിട്ടോ. അതിനെൻ്റെ റൂം ഏതാണെന്ന് നിനക്കറിയില്ലല്ലോ എന്ന് ചോദിച്ചപ്പം നിൻ്റെ റൂമിൽ മാത്രമേ ഇപ്പോൾ വെളിച്ചം കാണുള്ളൂ എന്ന് എനിക്കറിയാം, അതിൻ്റെ തൊട്ട് താഴെയാണ് ഞാൻ നിൽക്കുന്നത്, നീ ഇങ്ങ് വന്നേ, പിന്നെ ഇവിടുന്ന് പിടിച്ച് കയറാനുള്ള വഴി ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും രഞ്ജുവിന് ടെൻഷനായി. രഞ്ജു ആണെന്നുണ്ടെങ്കിൽ വേഗം തന്നെ ആ ഫോൺ അവിടെ വെച്ചിട്ട് ജനാല തുറന്ന് നോക്കുമ്പോൾ അവിടെ കണ്ടു കഴിഞ്ഞപ്പോൾ രഞ്ജുവിന് ഭയങ്കര വേഗം ഇറങ്ങി വാ എന്ന് പറഞ്ഞ് വിളിക്കുന്നു. ഈ സമയത്ത് അവിടെ കാഞ്ചന പ്രേതത്തിനെ കണ്ട് കടവുളേ എന്നൊക്കെ വിളിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുക. ഈശ്വര, ഇത് മുഴുവൻ കണ്ട ഞാൻ അറ്റാക്ക് വന്ന് ചത്തിടും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രഞ്ജു പോകുന്നതും അതുപോലെ ധ്യാൻ വരുന്നതും ഒന്നും അറിയാതെ പാവം കാഞ്ചന ഇറങ്ങി ചെല്ലുക. കാഞ്ചന ഇറങ്ങി ചെന്നപ്പോൾ നോക്കുന്നു, ആ ജനലോട് നോക്കുമ്പോൾ ഒരു രൂപം ഇങ്ങനെ കയറി വരുന്നു. ഈശ്വര, ഇവിടെ പ്രേതമുണ്ടോ, ഇവിടെ പേയ് ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ അങ്ങനെ ആ ഒരു ഇതെല്ലാം നമ്മുടെ കാഞ്ചന ഇങ്ങനെ ചിന്തിക്കാം. എന്തായാലും ഇവനെ ഇങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല, ഇന്നിവനെ ഞെക്കി പിഴിഞ്ഞ് ഇവനെ ജ്യൂസ് ആക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കാഞ്ചന ചിന്തിക്കുന്നു. ഈ സമയത്ത് രഞ്ജു പതുക്കെ ഇറങ്ങി വരിക. അപ്പോൾ ഇവനെ ഞെക്കിപ്പിഴിഞ്ഞ് ജ്യൂസാക്കാൻ വേണ്ടി അടുത്ത ആളെ വിളിക്കാൻ കാഞ്ചന അങ്ങ് പോകുമ്പോഴേക്കും അടുത്ത ആൾ മുകളിൽ നിന്ന് ഇങ്ങനെ മുഖമൊക്കെ മറച്ച് പതുക്കെ ഇറങ്ങി വരുന്നു. നോക്കുമ്പോൾ ആരാ? പേയ്. അപ്പോൾ ഒരാണിൻ്റെയും ഒരു പെണ്ണിൻ്റെയും പേയ് ഉണ്ടെന്നാണല്ലോ പറഞ്ഞത്. കറക്റ്റ് അവിടെ ഒരാണിൻ്റെയും പെണ്ണിൻ്റെയും പേയ് വരികയും ചെയ്തു. ഇത് കണ്ട് കാഞ്ചന ഞെട്ടി. കാഞ്ചന വേഗം തന്നെ എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ മാറി ഇങ്ങനെ നോക്കുക. അപ്പോൾ എൻ്റെ കടവുളെ ഗീതുപ്പാപ്പ, ആരെ കാണാനായി പോണത്? ഇത് പോണത് ഗീതുപ്പാപ്പയാണല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ കാഞ്ചന അങ്ങനെ അങ്ങ് ചിന്തിക്കുന്നു. അപ്പോൾ പേയൊന്നും അല്ലെന്നുള്ളത് പെട്ടെന്ന് പുള്ളിക്കാരിക്ക് ഇങ്ങനെ മനസ്സിലായി. അത് കഴിഞ്ഞിട്ട് പിന്നെ പമ്മി കാഞ്ചന പോവുക. ഇതാരാ, എന്താ, എങ്ങോട്ടാ പോണേന്നൊക്കെ അറിയാനായിട്ട്. പാവ രഞ്ജു ആണെന്നുണ്ടെങ്കിൽ അപ്പോഴേക്കും അങ്ങ് ചെല്ലുന്നു. ഈ സമയം ഇന്ന് ഗീതുപ്പാപ്പയുടെ കള്ളത്തരം ഞാൻ കയ്യോടെ പിടിക്കുമെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കാഞ്ചന എന്നും പറഞ്ഞുകൊണ്ട് ചിരിച്ചോണ്ട് ഇങ്ങനെ പമ്മി മുട്ടുകുത്തി അങ്ങനെ അങ്ങ് പോണു. ആ സമയത്ത് ഗീതുവും ഗോവിന്ദനും നല്ല ഉറക്കമാണ്. നല്ല ഉറക്കം. ഗീതുവിനാണെങ്കിൽ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. ഗീതു അങ്ങോട്ട് തിരിയുന്നു ഇങ്ങോട്ട് തിരിയുന്നു. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഗീതു ആണെങ്കിൽ ഭയങ്കര ഇതിലിങ്ങനെ എഴുന്നേറ്റ് ക്ഷീണിച്ചിങ്ങനെ നോക്കുന്ന സമയത്ത് ഗോവിന്ദൻ ഇങ്ങനെ കിടക്കുന്നത് കണ്ടു. ഇത് എന്ത് കിടപ്പാണ്, ഇത് ഡാൻസിൻ്റെ സ്റ്റെപ്പാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഗീതു പതുക്കെ അവിടെ നിന്ന് എഴുന്നേൽക്കുന്നു.
കുടിക്കാൻ വെള്ളം എടുക്കാൻ നോക്കുമ്പോൾ പാത്രത്തിൽ വെള്ളമില്ല. ഗീതു പതുക്കെ എഴുന്നേറ്റ് പോയി കുടിക്കാൻ വെള്ളമൊക്കെ എടുത്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ കാഞ്ചന നോക്കുമ്പോൾ ഇവിടെ നിന്ന് കയ്യിലൊക്കെ പിടിച്ചുകൊണ്ട് ഞാനിങ്ങനെ സ്നേഹിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇപ്പുറം നിൽക്കുന്ന പെണ്ണിങ്ങനെ മറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് ആരാണെന്ന് കാഞ്ചനയ്ക്ക് കാണത്തില്ല. കാഞ്ചന എന്നിട്ട് എന്ത് ചെയ്തു, ഇതിങ്ങനെ നോക്കി കണ്ടോണ്ടിരിക്കുക, എൻ്റെ കടവുളേ എന്നും പറഞ്ഞുകൊണ്ട്. ഈ സമയത്ത് അവർ രണ്ടുപേരും കൂടി പോകുന്നതിനെ പറ്റിയും കാണാതിരിക്കുന്നതിനെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ്. കടവുളേ കടവുളേ, അയ്യോ ഗോവിന്ദ മാമനെ ചതിക്കുന്ന തിരുട്ടുപ്പാപ്പ, നിന്റെ കള്ളത്തരം ഞാൻ ഇപ്പം പൊളിക്കും. ദേ നോക്കിക്കോ, ഫോൺ എടുത്തുകൊണ്ട് വന്ന വീഡിയോ എടുത്ത് മാമനെ കാണിക്കാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കാഞ്ചന അങ്ങോട്ടേക്ക് ഫോൺ എടുക്കാൻ പോകുന്ന സമയത്ത് അടുത്തയാൾ ദേ ഇറങ്ങി വരുന്നു. അടുത്തയാൾ ഇറങ്ങി വരുന്നത് കണ്ടപ്പോഴത്തേക്കും അയ്യോ എന്നും പറഞ്ഞിട്ട് കാഞ്ചന ഇങ്ങനെ ഇരിക്കുക. അതും കാഞ്ചനയ്ക്ക് പേടി. അപ്പോൾ കാഞ്ചന ഇങ്ങനെ നോക്കുന്നു. അപ്പോൾ അതാര്? അപ്പം ഗീതു അതെല്ലാം നടന്നു വരുന്ന കാഞ്ചന കാണുമോ? അപ്പം ഗീതു പാപ്പയല്ലല്ലോ, രണ്ട് ഗീതു പാപ്പയോ ഈശ്വരാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കാഞ്ചന പേടിച്ച് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കാഞ്ചനയെ ഗീതു കണ്ടു. ഗീതു എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുവാണേ. നോക്കിയപ്പോൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെയൊക്കെ ഇരുന്ന് കാണിക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ഗീതു ഇങ്ങനെ നടന്ന് കാഞ്ചനയുടെ അടുത്തേക്ക് ചെല്ലുക. എങ്കിട്ട വരാത് കടവുളേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കുക കേട്ടോ. അപ്പോൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒന്ന് കാണിക്കുന്നു. അപ്പോൾ കാഞ്ചനക്ക ഇത് എന്തുവാ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും കാഞ്ചന പതൊക്കെ ഇങ്ങനെ എഴുന്നേറ്റിട്ട് അത് പിന്നെ എനിക്കൊരു രോഗമാണെന്ന് പറഞ്ഞു. ചിലപ്പോൾ രാത്രി ആയാലേ ഞാൻ ഇങ്ങനെ നടക്കും എന്ന് പറഞ്ഞു. ഇപ്പം എന്തിനാ പൂച്ചയായി നടക്കുന്നത്? എന്താ ഒടിവിദ്യ വല്ലതും അറിയാവോന്ന് ചോദിച്ചു. അവിടെയും പാപ്പ ഇവിടെയും പാപ്പ, ഇതെന്ത് വിദ്യ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പം അവിടെ ഏത് പാപ്പയാണ് ഉള്ളതെന്ന് ചോദിച്ചു ഗീതു. അപ്പോൾ അതേ കാഞ്ചന ഇങ്ങനെ നോക്കുന്നു. കാഞ്ചന നോക്കിയപ്പോൾ നമ്മുടെ ഗീതുവും ചെന്ന് നോക്കുന്നു. ഗീതു ചെന്ന് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും അവരെ രണ്ടുപേരെയും കണ്ടു. അവർ രണ്ടുപേരും കാണുന്നു, സംസാരിക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു. ഇതൊക്കെ നമ്മുടെ ഗീതു കണ്ടു കേട്ടോ. അതുപോലെ തന്നെ കാഞ്ചനയും കണ്ടു. എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. അതാര് എന്നൊക്കെ ചോദിച്ചപ്പം അവിടെ ആരും ഇല്ലല്ലോ, പിന്നെന്താ കറക്റ്റ് പാറ് അവിടെ ഉണ്ട്, അന്ത ഷർട്ട് കളർ കാണത്തില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പം എൻ്റെ പൊന്നെ കാഞ്ചനയ്ക്ക് എന്താ പറ്റിയ, അവിടെ ആരും ഉള്ളേ, അവിടെ നോക്കിക്കേ, അവിടെ ചെന്ന് നോക്കിക്കേ, അവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് ഒന്ന് നോക്കിക്കേ എന്നും പറഞ്ഞുകൊണ്ട് ഒച്ചത്തിൽ ഇങ്ങനെ നമ്മുടെ ഗീതു സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവർ രണ്ടുപേരും കൂടെ മാറി. അപ്പം കണ്ണ് തിരുമ്മിയിട്ട് നമ്മുടെ കാഞ്ചന നോക്കിയപ്പോൾ അവിടെ ആരെയും കണ്ടില്ല. കാഞ്ചന ശരിക്കും പേടിച്ചു. അപ്പോൾ കാണത്തില്ലല്ലോ. അപ്പം ഞാൻ പാത്തത് യാരേ കടവുളേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കാഞ്ചന അവിടെ തല കറങ്ങി കിടക്കുന്നു. അപ്പോൾ കാഞ്ചനാക്ക എഴുന്നേക്ക്, കാഞ്ചനാക്ക എന്ന് പറഞ്ഞ് കുറേ വിളിച്ചിട്ടും കാഞ്ചന എഴുന്നേറ്റില്ല. ഈ സമയത്ത് നമ്മുടെ ഗീതു ഇവരുടെ അടുത്തേക്ക് ചെന്നു. നിങ്ങൾ എന്ത് ഭാവിച്ചാന്ന് ചോദിച്ചു. നിങ്ങളുടെ പ്രേമസല്ലാപം കണ്ടിട്ട് തല കറങ്ങി വീണതാണെന്ന് പറഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ രഞ്ജുവിന് ചമ്മലായി. എവിടായി കള്ളക്കാമുകൻ ചോദിച്ചപ്പോഴത്തേക്കും കള്ളക്കാമുകൻ നാട് വിട്ടു. അങ്ങനെ രണ്ടുപേരും കൂടി ഇങ്ങനെ ഒരു കള്ളച്ചിരിയൊക്കെ ചിരിച്ചിട്ട് അങ്ങനെ നിൽക്കുന്നു. നമ്മുടെ ഗീതു അകത്തേക്ക് കയറി പോയിട്ടോ. ഈ സമയത്ത് ഗീതു വിളിച്ചു. അതെ, നിങ്ങൾക്ക് പരസ്പരം കാണണം എന്നുണ്ടായിരുന്നെങ്കിൽ എന്നോടൊരു വാക്കു പറഞ്ഞാൽ പോരായിരുന്നു, ഞാൻ അവസരം ഉണ്ടാക്കി തരില്ലായിരുന്നു എന്ന് ഗീതു ചോദിക്കുവാണേ. അന്നേരം അത് പിന്നെ രാവിലെ പോകുന്നതിന് മുമ്പ് ഒന്ന് കാണാൻ വേണ്ടി വന്നതാണെന്ന് ധ്യാൻ ഇങ്ങനെ പറഞ്ഞപ്പം ഉവ്വ കണ്ടല്ലോ, ഇനിയിപ്പോൾ ഇവിടെ നിൽക്കേണ്ട, ഇവിടെ ഇനി ആരെങ്കിലും കാണുന്നതിന് മുമ്പ് ഈ സ്റ്റാൻഡ് വിട്ടോളാം പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ഗീതുവിനോട് പറയാം. അപ്പോൾ രഞ്ജു ഞാൻ നിന്നെ രാവിലെ വിളിക്കാട്ടോ എന്നൊക്കെ പറഞ്ഞ് എന്നിട്ട് ഗീതു ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് അങ്ങ് പോകുമ്പോൾ ഗുഡ് നൈറ്റ് ആണോ അല്ലയോ എന്നുള്ളത് നാളെ പറയാം, ഇപ്പോൾ മോഞ്ചെല്ലാം പറഞ്ഞു. അങ്ങനെ ആ ഒരു ഇതൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ധ്യാനം അങ്ങ് പോയി കഴിഞ്ഞപ്പം രഞ്ജുവിനോട് ഗീതു അതേ അവിടെ ഒരു സാധനം ബോധം കെട്ട് കിടപ്പുണ്ട്, ബാ അതിനെ എഴുന്നേൽപ്പിച്ച് അവിടെ കൊണ്ടേ കിടത്തണം, വരാൻ പറഞ്ഞു. അങ്ങനെ ഗീതു നമ്മുടെ രഞ്ജുവിനെ കൂട്ടി കാഞ്ചനയുടെ അടുത്ത് എന്നിട്ട് വെള്ളമൊക്കെ തെളിച്ച് എഴുന്നേൽപ്പിച്ചു. അക്കാന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ പെരിയ മാമൻ്റെ മാമയുടെ ആവി ഞാൻ കണ്ടു എന്നൊക്കെ പറയുകയാണേ. നമ്മുടെ കാഞ്ചനയുടെ കിളി പോയി. അപ്പോൾ കടവുളെ ഞാനേ പാത്തുള്ളൂ, ഞാൻ മാത്രമേ പാത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞെങ്കിലും ഇവർ എന്നെ കൊണ്ട് കിടത്താൻ വേണ്ടി പാലിച്ച് പോക്കി എഴുന്നേപ്പിച്ച് കൊണ്ട് ഇരുത്താം. പാതിരാത്രി നന്ദനം സിനിമ തമിഴിലേക്ക് ഡബ് ചെയ്യാതെ കാര്യം പറക്ക എന്താ സംഭവിച്ചത് എന്ന് ഗീതു ചോദിക്കാം. ഗോവിന്ദമാമിയുടെ അപ്പാവിൻ്റെ അമ്മാവുടെയും ആവിയെ നാനേ പാത്തുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ അവർക്ക് രണ്ടുപേർക്കും ചിരി വരുന്നുണ്ടേ. രണ്ടുപേരും ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാട്ടെ ഇതൊക്കെ പൊട്ടത്തരം കേട്ടിട്ട്.
ആവിയുടെ മുറിയിൽ രാധിക മാമി കയറിയത് ഇഷ്ടപ്പെടാതെ രണ്ടാവികളും പുറത്ത് നടക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കാഞ്ചന പറയുന്നു. എന്നിട്ട് എന്നിട്ട് എന്തൊക്കെയോ ഇങ്ങനെയൊക്കെ കാണിക്കാൻ പറയുകയൊക്കെ ചെയ്യാം. ഇവരാണെങ്കിൽ മാക്സിമം ഇങ്ങനെ കയറ്റി വിടുന്നുണ്ട്. ഇങ്ങനെ രാത്രി എഴുന്നേറ്റ് നടക്കുന്നത് ആവികൾക്ക് ഇഷ്ടപ്പെടില്ല എന്ന് പറഞ്ഞു ഗീതു. ആവികൾ ചിലപ്പോൾ ഇനി കാഞ്ചനക്കയുടെ റൂമിൽ വന്നാലോ എന്ന് ചോദിച്ചു. ഞാൻ മുംബൈയിൽ പോവുക, അപ്പോൾ ആവി മുംബൈയിലേക്ക് വന്നാലോ എന്ന് രഞ്ജു ചോദിച്ചപ്പം അവിടെ ഞാൻ ദൈവങ്ങളുടെ സിനിമ കണ്ടിരുന്നോളാം, അവിടേക്ക് ആവി വരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഏത് സിനിമയാണെന്ന് ചോദിച്ചപ്പം ലൂസിഫർ ആണെന്ന് പറഞ്ഞവർക്ക് ചിരിയും വരാൻ തുടങ്ങി. അങ്ങനെ നമ്മുടെ കാഞ്ചന അവിടെ കിടന്ന് അവിടുന്ന് നാട് വിടാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ കാഞ്ചനയ്ക്കുള്ള പണിയും കൊടുത്തിട്ട് ഇവരങ്ങനെ നിൽക്കുന്നു. ഇത് കഴിഞ്ഞ് നമ്മുടെ പിന്നെ കിഷോറിനെ കേട്ടോ കാണിക്കുന്നത്. കിഷോറാണെങ്കിൽ അവിടെ ഇരുന്ന് എന്തൊക്കെയോ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് കിഷോറിൻ്റെ ഫോണിലേക്ക് അവിടെ ഇരിക്കുന്ന ഫോണിലേക്ക് കോള് വരുന്നു. ഈ സമയം ഇതിപ്പോൾ ആരായിരിക്കും ഈ വിളിക്കുന്നത്? ഈ നമ്പർ അവളെ വിളിക്കുന്നതാണല്ലോ. ഇന്നത്തോടുകൂടി ഈ കളി അവസാനിപ്പിക്കണം. ഹലോ, അവർണികയുടെ നമ്പറല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോൾ അതെ, നിങ്ങളാരാണെന്ന് ചോദിച്ചു. ഞാൻ ഹോസ്പിറ്റലിൽ നിന്നാണ് വിളിക്കുന്നത്. അവർണികയുടെ ചെക്കപ്പ് ഡേറ്റ് നാളെ ഓർമ്മിപ്പിക്കാൻ വിളിച്ചതാണെന്നൊക്കെ പറഞ്ഞു. ശരി, പറഞ്ഞേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അവർണിക അങ്ങോട്ടേക്ക് വന്നു. അവർണിക കയറി വന്നപ്പോഴേക്കും പിന്നെ എന്നുള്ള രീതിയിൽ ഇങ്ങനെ കിഷോർ അവിടെ നിൽക്കുക കേട്ടോ. അപ്പോഴേക്കും അവർണിക ഇവനെ കണ്ടപ്പോൾ ഇവൻ്റെ എന്തോ പന്തികയുടെ അവർണികയ്ക്ക് മനസ്സിലായി. അപ്പോൾ ഇവൻ്റെ മുഖത്തെ ഭാവവും മാറ്റങ്ങളും ഒക്കെ. ഈ സമയത്ത് അവർണിക ചോദിച്ചു, എൻ്റെ ഫോണിൽ ആരാ വിളിച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ ബെല്ലടിക്കുന്ന കേട്ടല്ലോ. ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചതാ, ചെക്കപ്പിന് ചെല്ലണമെന്ന് പറഞ്ഞെന്ന് പറയുമ്പോൾ മുഖമൊക്കെ വല്ലാത്തൊരു രീതിയിലാക്കിയാണ് പറയുന്നത്. അപ്പോൾ ഞാൻ തനി ഇത്തവണ പോകുന്നില്ല, കിഷോർ എൻ്റെ കൂടെ വരണമെന്ന് പറഞ്ഞാൽ പറഞ്ഞിക. ഹസ്ബൻഡ് എവിടെയെന്ന് ഡോക്ടർ ചോദിക്കുമെന്നുള്ള കാര്യം പറയുമ്പോൾ വിദേശത്ത് ടൂറിലാണെന്ന് മറ്റോ പറഞ്ഞാൽ മതി. അപ്പോൾ എൻ്റെ കൂടെ വന്നാലെന്താണെന്ന് ചോദിച്ചു. എനിക്ക് താല്പര്യവും സമയവും ഇല്ല എന്ന് കിഷോർ പറഞ്ഞു. എൻ്റെ കൂടെ വരാൻ മാത്രം ആരും ഇല്ല എന്ന് പറഞ്ഞപ്പം നീ നിൻ്റെ ഡാഡിയെ കൂട്ടിക്കൊണ്ട് പോകാൻ പറഞ്ഞു. അതെ, ഞാനാ പ്രഗ്നൻ്റ്, അല്ലാതെ എൻ്റെ അമ്മയല്ല എന്ന് അവർണിക പറഞ്ഞു. അത് കേട്ടപ്പോഴും കിഷോറിന് ഇഷ്ടപ്പെടുന്നില്ല. കഴിഞ്ഞ തവണ ചെന്നപ്പോൾ ഹസ്ബൻഡ് ഇല്ലേ എന്നാണ് ഡോക്ടർ എന്നോട് ചോദിച്ചതെന്ന് അവർണിക പറഞ്ഞു. വിദേശത്ത് ജോലിയാണെന്ന് പറഞ്ഞാൽ മതി, അപ്പോൾ എൻ്റെ കൂടെ വരില്ല എന്ന് വാശിയാണല്ലേ? എന്നോട് വെറുപ്പും ശത്രുതയുള്ളവരുടെ കൂടെ ഞാൻ എന്തിനു വരണമെന്ന് കിഷോർ അവർണികയോട് ചോദിക്കാം. ഒറ്റയ്ക്ക് പോകാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അമ്മയെയോ ശ്രീജിയെയോ വിളിച്ചോ, ആരെ വിളിക്കണമെന്ന് ഇനി ഞാൻ തീരുമാനിച്ചോളാമെന്ന് പറഞ്ഞ് അവർണിക ഇറങ്ങുമ്പോൾ അതേ, ഒരു കാര്യം പറയാനുണ്ട്. നമ്മുടെ ജോയിൻ്റ് അക്കൗണ്ടിന് ഈ വീട്ടിൽ എനിക്കുള്ള മുഴുവൻ അവകാശവും തന്നിട്ട് നീ ആരുടെ കൂടെ വേണമെങ്കിലും പൊക്കോളാൻ പറഞ്ഞ് കിഷോർ അവർണികയോട് പറയുമ്പം നിന്നെ ഒതുക്കാനുള്ള പണി തരാൻ എനിക്കറിയാം, നീ കാത്തിരുന്നോടാ കിഷോറെ എന്നും പറഞ്ഞുകൊണ്ട് അവർണിക ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുക. ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ അവർണിക അങ്ങ് പോയി. ഈ സമയത്ത് കിഷോർ ആ ഒരു കച്ചിത്തുരുമ്പിൽ പിടിച്ചങ്ങ് തൂങ്ങാനായിട്ട് തീരുമാനിച്ച് സ്വപ്നം കണ്ട് അവിടെ അങ്ങനെ നിൽക്കുക. അങ്ങനെ ആ ഒരിത് പറഞ്ഞ് നമ്മുടെ അവർണികയെ മെരുക്കിയെടുക്കാം എന്നാണ് ഇവൻ വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലും കാര്യങ്ങളിലും ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാണില്ലേ? എല്ലാവർക്കും നന്ദി.